എ ബി ഇവയുടെ ശരാശരി 10, ബി സി ഇവയുടെ ശരാശരി 12, സി എ ഇവയുടെ ശരാശരി 11 ആയാൽ എയുടെ വില കാണുക. എ ബി ഇവയുടെ ശരാശരി 10, എ ബി ശരാശരി എങ്ങനെ കാണുക? എയുടെയും ബിയുടെയും ആവറേജ് എങ്ങനെ കാണുക? എയും ബിയും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. രണ്ട് സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണുക? 2 കൂടി കൂട്ടി 2 കൊണ്ട് ഹരിക്കുക, തുക കണ്ടിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ എ ബി ഇവയുടെ ആവറേജ് എങ്ങനെയാണ്? എ പ്ലസ് ബി ബൈ 2 സമം എത്ര? 10. ഇതുപോലെ ബി സി ശരാശരി 12, അപ്പോൾ ബി പ്ലസ് സി ബൈ 2 സമം 12. അതുപോലെ സി എ ശരാശരി 11, സി പ്ലസ് എ ബൈ 2 സമം 11. നമുക്ക് ഈ ബൈ 2 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 2 ആവും. ബൈ 2 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2. അപ്പോൾ എ പ്ലസ് ബി സമം 20. എ പ്ലസ് ബി സമം 20. അതുപോലെ ഇവിടെ എന്ത് വരും? ബി പ്ലസ് സി സമം ബൈ 2 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 2 12 24. ഇവിടെയോ സി പ്ലസ് എ സമം 11 ഇൻറ്റു 2 22. നമുക്ക് 3 സമവാക്യം കിട്ടി. നമ്മൾ ഈ 3 സമവാക്യം കൂട്ടുമ്പോൾ ഒരു എ 2 എ ഉണ്ട് ആകെ ഇടതുവശത്ത്. സമത്തിൽ ഇടതുവശത്ത് ഒരു എ 2 എ, പിന്നെ ഒരു ബി പ്ലസ് 2 ബി പ്ലസ് ഒരു സി 2 സി. സമത്തിൻ്റെ ഇടതുവശങ്ങളെല്ലാം കൂടി കൂട്ടി വലതുവശങ്ങൾ കൂട്ടുക. 20 20 40, 20 60, 2 62, 4 66. ഇത് 3 ടേംസ് ആണ്, 3 പദങ്ങൾ. എല്ലാറ്റിലും 2 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം, 2 പൊതു ഘടകം. അപ്പോൾ എന്തെടുക്കാം? എ പ്ലസ് ബി പ്ലസ് സി സമം 66. ഇൻറ്റു 2 അങ്ങോട്ട് എടുക്കുക. ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 2 ആവും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി സമം 66 ബൈ 2. 66 ബൈ 2 33. ഇതിൽ നമുക്ക് എ അതുപോലെ എഴുതിയിട്ട് അതാണ് കാണേണ്ടത്, എയാണ് കാണേണ്ടത്. പ്ലസ് ബി പ്ലസ് സിയുടെ വില, അതായത് ബി പ്ലസ് സി എത്രയാണ്? 24. ബി പ്ലസ് സി 24. ഈ ബി പ്ലസ് സിക്ക് പകരം 24 എന്ന് എഴുതുക. സമം 33. എങ്ങനെ എ കാണുക? 33 പ്ലസ് 24 അങ്ങോട്ട് എടുത്തു, മൈനസ് 24. ഉത്തരം എയുടെ വില 9.